ഞാൻ ഡെയിലി ഈ സമയത്താണ് എനിക്ക് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് അത് നൈസായിട്ടൊരു പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ തീർത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് അടിയിലോട്ട് കിടക്കാലോ. അതെ ഈ ഫുഡ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇടിയപ്പം പൂച്ചയ്ക്ക് കുറച്ച് തീറ്റ കൊടുത്തു. അച്ഛൻ ഇടിയപ്പം കഴിക്കുന്നു, ഞാനും ഇടിയപ്പം കയറ്റുന്നു, അച്ഛൻ മിക്സറും കഴിക്കുന്നു. പിന്നെ പൂച്ചേനെയും കുറച്ചു നേരം കളിപ്പിച്ചു. ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അങ്ങ് ഇറങ്ങുക. അച്ഛായി പൂച്ചേനെ ഇറക്കി വിട്ട് വാതിലെടുക്കുന്നതാണ് കാണുന്നത്. പൂച്ചേനെ ഇറക്കി വിട്ട് വാതിലടച്ചു. ഒരു വെള്ളം എടുത്തോളം പറഞ്ഞു. അപ്പൊ വെള്ളം എടുത്തു. പിന്നെ നമ്മുടെ ഡൊമിനാറിൽ നമ്മൾ പോവുകയാണ് ഗൈസ്. അച്ഛായി നോക്കൂ. നോക്കി. അച്ഛാ പറഞ്ഞ കടയിൽ കയറണുണ്ട്. അപ്പോൾ കടയിൽ കയറി. അപ്പൊ നമ്മളെ വെല്ലിച്ചൻ പുള്ളി രാവിലെ ഇറ്റാച്ച് ആയിട്ട് മണ്ണ് മാന്താനായിട്ട് ഇറങ്ങിയേക്കുവാണ്. എവിടെ അണ്ട് മണ്ണ് മാന്തി പൈപ്പ് പൊട്ടിച്ചളഞ്ഞു. അവിടുത്തെ രണ്ട് പൈപ്പ് പോയി നോക്കടാന്ന് പറഞ്ഞ എന്നെ നോക്കിക്കാൻ വിടുവാണ്. ഞാൻ ഒന്ന് പോയി നോക്കി. അതൊക്കെ നമ്മുടെ പരിചയക്കാരുടെ വീടുകളാണ്. അവിടെയാണ് പൈപ്പ് പൊട്ടിയത്. അപ്പൊ ഇത് സെറ്റപ്പ് ആക്കാനാണ് ഇന്നത്തെ ടാസ്ക്. വെല്ലിച്ചായി സുന്ദരക്കുട്ടനല്ലേ, പുള്ളിക്കൊരു കണ്ണാടി വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല. പിന്നെ ഞാൻ തന്നെ വെച്ച് തിരിച്ചു വന്നപ്പോൾ ഒരു പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നൊക്കെ തോന്നൽ. അപ്പോൾ ഒരു കുരിശൊക്കെ ഇങ്ങ് വരച്ചു. കണ്ടോനെ. പിന്നെ തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു നാരങ്ങ വെള്ളം കുടിക്കാടാ പോനെ. പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിച്ച് അങ്ങോട്ട് നടക്കുക. അപ്പത്തേനും വഴി വലിച്ച് വെല്ലിച്ചാവിനെ കണ്ടു. ഇവര് കണ്ടില്ലേ, ഇരട്ട പറ്റ പിള്ളേരെ പോലെ ഇല്ലേ. ആയിട്ടൊരു ഹോട്ടലിൽ കയറി ഊണ് പറഞ്ഞു. 3 ഊണ് കഴിക്കുവാണേ. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ബീഫ് ഫ്രൈ കുറച്ച് മോശം കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഒരു കൊഴുവയും 2 ബീഫ് ഫ്രൈയും പറഞ്ഞായിരുന്നു. ഊണും നല്ല സൂപ്പർ ഊണായിരുന്നു, സൂപ്പർ. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. ഒരു പ്ലംബറെ തപ്പി പോവാണ്. പ്ലംബറെ തപ്പി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. തിരിച്ചു വരുന്നത് പ്ലംബർ ഇല്ലാന്ന് പറഞ്ഞു അവർ തിരിച്ചു വരുന്നത്. നിരാശരായി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ഷെഡിൽ. വെല്ലിക്കാട് ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോടാ അവിടെ എന്ന് പറഞ്ഞു എന്നെ ഓടിക്കുവാണ്. പിന്നെ പ്ലംബറെ കിട്ടാത്തതുകൊണ്ട് പൈപ്പ് നാളെ മാറാം എന്നും തീരുമാനിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ ടയർ പൊട്ടിയായിരുന്നു, ടയർ മാറിയിട്ട് കാറിൻ്റെ. പിന്നെ എനിക്ക് എറണാകുളം വരെ പോയി ചേച്ചിനൊന്ന് കാണണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ അപ്പാപ്പനെ ലിഫ്റ്റും കൊടുത്തു. അപ്പോൾ നമ്മൾ എറണാകുളം വരെ പോവാണ്. 45 എറണാകുളം പിടിക്കുക. ഒന്നും നോക്കിയില്ല. പിന്നെ വൈകുന്നേരം ടൈമിൽ എടപ്പള്ളിയിലെ തിരക്കറിയാലോ. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ രാത്രിയായി. സെക്യൂരിറ്റി കയറ്റിവിട്ടില്ല. പോകാമെന്നും പറഞ്ഞ് ഞാൻ കയറി പോന്നു. ഞാൻ ലിഫ്റ്റ് കയറി അവളുടെ റൂമിലെത്തി. ചേച്ചി എന്നെ കണ്ടതിൽ ഭയങ്കര ഹാപ്പിയാണല്ലോ. അപ്പോൾ തന്നെ അപ്പോൾ 2 പുഷി കാറ്റ്സിനെ കണ്ടു. അവർ നത്തിരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെ കുറച്ച് നേരം പേടിപ്പിച്ചിട്ട് അപ്പത്തേനും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡും ഓർഡർ ചെയ്ത് പുള്ളി എത്തിയായിരുന്നു അപ്പത്തേനും. പിന്നെ എന്നിട്ടും ഇവൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നതാ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങളൊരു മന്തി ഓർഡർ ചെയ്ത മന്തിയും കഴിച്ചു. കുറച്ച് തമാശ ഫലിതങ്ങൾ TV-യിൽ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കി ഞാൻ പോകാനായിട്ടുള്ള പരിപാടി നോക്കുവാണ്. അവളുടെ അടുത്ത് സ്പീക്കറും അടിച്ചു മാറ്റി. ഇവൻ കുറേ നേരമായിരുന്നു എന്നെ നോക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഈ നത്തിനെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവുക. പിന്നെ നമ്മൾ ഡൊമിനാറും കൊണ്ട് നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് ജസ്റ്റ് ഒരു 60 കിലോമീറ്റർ. പിന്നെ രാത്രി ആയതുകൊണ്ട് 2 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തി. അപ്പം നമ്മൾ നമ്മുടെ സ്പീക്കറുമായിട്ട് 11:52 ആയപ്പോൾ വീട്ടിൽ കയറുകയാണ്. പിന്നെ ഒരു ഇച്ചിരി വെള്ളവും എടുത്ത് കുടിച്ച് ഞാൻ കിടന്ന് ഉറങ്ങി.